കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കോഴിക്കോട്ടെ സംഭരണ കേന്ദ്രം വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതിന് പിന്നിലെ ദുരൂഹത വർദ്ധിക്കുകയാണ്. മെഡിക്കൽ കോളേജിന്റെ ഭൂമി കൈമാറി ഗോഡൌൺ നിർമ്മിക്കാമെന്ന് മെഡിക്കൽ കോളേജ് നൽകിയ നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നടപ്പാക്കിയില്ല. 270 ഏക്കർ വിസ്തൃതിയുള്ള മെഡിക്കൽ കോളേജ് ഭൂമിയിൽ KMSCL ഗോഡൌൺ നിർമ്മിക്കാമെന്നായിരുന്നു നിർദ്ദേശം. വാടക കെട്ടിടം മാറാത്തതിന് പിന്നിൽ അഴിമതിയുണ്ടെന്ന് സംശയിക്കേണ്ടി വരുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് VP ദുൽകിഫിൽ പ്രതികരിച്ചു. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഈ പറയുന്ന ഗോഡൌൺ അത് പ്രവർത്തിക്കുന്നത് മെഡിക്കൽ കോളേജിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയാണ്. അതോടൊപ്പം തന്നെ കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലിലേക്കും ബീച്ച് ഹോസ്പിറ്റലിലൊക്കെ മെഡിസിൻ സപ്ലൈ ചെയ്യുന്നത് ഈ ഗോഡൌണിൽ. ആ ഗോഡൌണുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഇത് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാപിക്കാനും ആദ്യം ചേവായൂരാണ് സ്ഥലം നോക്കിയത്. അത് കിട്ടാതായപ്പോൾ പിന്നീട് മെഡിക്കൽ കോളേജ് തന്നെ സ്ഥാപിക്കാൻ തത്വത്തിൽ ധാരണയാണ്. പക്ഷെ നാളിന്നേ വരെയായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞു. മീഡിയ വൺ വന്ന ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് ദുരൂഹതകളും അഴിമതികളും സംശയിക്കേണ്ടതുണ്ട്. 5 ലക്ഷം രൂപയാണ് പ്രതിമാസം വാടക കൊടുക്കുന്നത്. ഈ പറയുന്ന കാലഘട്ടത്തിനിടയിൽ ഏകദേശം 7 കോടി രൂപയോളം വാടക ഇനത്തിൽ കൊടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വണ്ടിയുടെ വാടക, മറ്റു ചെലവുകളൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് പോകും. ഇപ്പം ഭരണാനുമതി കൊടുത്തിരിക്കുന്ന കെട്ടിടത്തിന് കേവലം 5 കോടി രൂപയാണ് ബഡ്ജറ്റ് വിലയിരുത്തിയത്. മുഹമ്മദ് അസ്ലം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ തത്സമയം നൽകാനായി ചേരുന്നുണ്ട്. അസ്ലം, നേരത്തെ നമ്മൾ ഈ വാർത്ത നൽകിയ സമയത്ത് തന്നെ ഇതിൽ ചില ദുരൂഹതകളുണ്ട് എന്ന് സംശയിച്ചിരുന്നു. അതിൽ പ്രധാനം ആരോഗ്യവകുപ്പിന് വരുന്ന ചെലവാണ്. വലിയ രീതിയിൽ വാടക കെട്ടിടത്തിനുള്ള വാടക നൽകേണ്ടിയിരിക്കുന്നു. പിന്നീട് അവിടെ നിന്ന് മരുന്നുകൾ, നഗരത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന ഈ കെട്ടിടത്തിൽ നിന്ന് മരുന്നുകൾ എത്തിക്കാനുള്ള ചെലവ്, അതൊക്കെയുണ്ട്. പക്ഷേ മെഡിക്കൽ കോളേജ് ഭൂമി നൽകാമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടൊരു സ്ഥിരം കെട്ടിടത്തിലേക്ക് മാറുന്നില്ല എന്നുള്ളത് വലിയ സംശയം ജനിപ്പിക്കുകയാണ്. എന്താണ് രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് പിന്നിലെ ഒരു ദുരൂഹതയായി കാണുന്നത്? എന്താണ് അവർ പറയുന്നത്? അസ്ലം, കോഴിക്കോട് മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ഗോഡൌണിൽ 60% മുകളിൽ മരുന്നുകൾ വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ്. കാരണം മെഡിക്കൽ കോളേജും സിസ്റ്റർ ആശുപത്രിയും അതോടൊപ്പം തന്നെ IMCH ഉൾപ്പെടെയുള്ള ആ ഒരു മെഡിക്കൽ കോളേജിലെ കോമ്പൗണ്ടിലേക്കാണ് ഏറ്റവും കൂടുതൽ മരുന്ന് സപ്ലൈ ഉള്ളത്. ആ മരുന്ന് സപ്ലൈക്ക് 40 കിലോമീറ്റർ വരേണ്ട സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ 270 ഏക്കറുള്ള മെഡിക്കൽ കോളേജിൽ നിന്നും 1.5 ഏക്കറെങ്കിലും മാറ്റി വെച്ചുകൊണ്ട് അവിടെ ഒരു മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ഗോഡൌൺ നിർമ്മിക്കുകയാണെങ്കിൽ ഒന്ന്, ശാസ്ത്രീയമായി തന്നെ സ്വന്തം നിലയിൽ ഒരു പുതിയ സംവിധാനത്തിലേക്ക് മാറാൻ കഴിയും. 60%-ലധികം മരുന്നുകൾ സപ്ലൈ ചെയ്യുന്നതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് തന്നെ വലിയ തോതിൽ കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല മെഡിക്കൽ കോളേജുകളിൽ അടിയന്തര സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള മരുന്നുകളും എത്തിക്കാൻ കഴിയും എന്നും വെച്ചുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജ് തന്നെ ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ അന്വേഷണത്തിൽ ലഭിക്കുന്ന ഒരു വിവരം. അത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾക്ക് ഒരു പക്ഷേ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾക്ക് പരിമിതിയുണ്ട്. അതേസമയം അവർ പറയുന്ന കാര്യം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചേവായൂരിൽ സംബന്ധിച്ചുള്ള സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു പ്രപ്പോസൽ നഷ്ടപ്പെട്ടപ്പോൾ മെഡിക്കൽ കോളേജ് തന്നെ മുന്നോട്ട് വെച്ച കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിൽ തന്നെ മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ തന്നെ ആ ഒരു ചുറ്റളവിൽ തന്നെ പിന്നെ ഒരു 1.5 ഏക്കർ മാറ്റിവെച്ചാൽ വളരെ സുഖമായി തന്നെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ഒരു നല്ലൊരു ഗോഡൌൺ, ശാസ്ത്രീയമായ ഒരു ഗോഡൌൺ നിർമ്മിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ 60% മരുന്നുകൾ ട്രാൻസ്പോർട്ടേഷനിലെ കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും. മാത്രമല്ല വളരെ ശാസ്ത്രീയമായി തന്നെ മരുന്നുകളൊന്നും തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിക്കാൻ പറ്റും. പ്രത്യേകിച്ച് അടിയന്തര സാഹചര്യമൊക്കെ വരുമ്പോൾ പലപ്പോഴും മെഡിക്കൽ കോളേജിലേക്ക് കൂടുതൽ മരുന്നുകൾ എത്തിക്കേണ്ടി വരുമ്പോൾ ഒരു 40 കിലോമീറ്റർ കരുവണ്ണൂരിൽ നിന്ന് വരുന്നതിന്റെ സമയമൊക്കെ വലിയ പ്രശ്നമായി മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം പരിഹരിക്കാവുന്ന മെഡിക്കൽ കോളേജ് തന്നെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ട് പോലും അതിനോട് ഇതുവരെയും പോസിറ്റീവായി പ്രതികരിച്ചില്ല. ആ ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ ആരോപണം പ്രസക്തമാകുന്നത്. അതായത് വാടക നൽകി തന്നെ അവിടെ തന്നെ നിൽക്കുക, വാടക നൽകുക, അതോടൊപ്പം തന്നെ ഇവിടെയുള്ള യാത്രയ്ക്ക് വേണ്ടി വാഹനത്തിന് വേണ്ടി പണം നൽകുക, അതിന് ചില ഇടപാടുകളിൽ ദുരൂഹതയുണ്ട്, അഴിമതിക്കുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗമായ VP ദുൽകിഫിൽ ആരോപിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന് പിന്നിൽ ചില അഴിമതിയുടേതായ സാധ്യതകൾ ഉണ്ട് എന്ന് നേരത്തെ തന്നെ സംശയമുണ്ട്. എന്നാലും അക്കാര്യങ്ങളിലേക്ക് കൂടെ വരും. മാത്രമല്ല ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഇപ്പോൾ പ്രവർത്തിക്കുന്ന വാടക കെട്ടിടം ഒരു സൊസൈറ്റിയുടേതാണ്. ആ സൊസൈറ്റിക്ക് ഇതിലുള്ള ഈ ഒരു ഇത്തരത്തിൽ വാടക കൊടുക്കുന്ന അനുമതി ഇല്ലാന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. അത്തരം വാർത്തകൾ കൂടി വരും ദിവസങ്ങളിൽ മീഡിയ വൺ പുറത്തുവിടും.